ഈ പ്രകാശനം ഇത് സംഭവിക്കുന്നതിന്റെ അന്ന് 5 മണിയായപ്പോഴേ ആന വന്നിട്ടുണ്ടായിരുന്നു. ആന വന്ന് അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഫോറസ്റ്റുകാർ വന്ന് പടക്കൊക്കെ പൊട്ടിച്ചിട്ട് പോയ ശേഷം ഈ പ്രകാശന മേളിൽ അവരാളിയെ വിളിച്ച് അങ്ങനെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ വന്നതാണ്. ആ വന്ന വരവില് സംഭവിച്ചതാണത്. അങ്ങനെ ആനയുടെ വിളി കേട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നമ്മുടെ വീടിന്റെ താഴെയായിരുന്നു. കുറച്ച് താഴെ ആന ഭയങ്കര വിളി വഴിയില്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ ആളിന്റെ വിളി ഭയങ്കരമായിട്ട് കേൾക്കുന്നു. വിളി കേൾക്കുന്ന ഭാഗത്തെ വീട്ടിലെ ചെറുക്കനെ ഫോൺ വിളിച്ച് ചോദിച്ചവൻ പറഞ്ഞു പ്രകാശൻ ആന അടിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ വരപ്പോഴും ആന പ്രകാശനം കിടക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് മാറി നിൽക്കുക. നമ്മൾ എങ്ങനെ കടന്നു പോയെന്ന് അത് ദൈവം തമ്പുരാനെ അറിയത്തില്ല. നമ്മൾ കടത്തി വിട്ടത് കാരണം ഈ ആളിന് ലക്ഷ്യം വെച്ച് നിൽക്കുക ആന. അന്നേരം തന്നെ വനം വകുപ്പിനെ ഫോറസ്റ്റുകാരെ അറിയിച്ച് അവര് വന്ന് അവരെ വണ്ടിയിലാണ് ആശുപത്രി കൊണ്ടുപോയതൊക്കെ. അന്നേരം അണ്ണന് ഒരു സൈഡ് പ്രശ്നമാണ്. വലത്തെ സൈഡിന് മാത്രമേ തൊടാൻ താമസിക്കുള്ളൂ. ഉരുണ്ട് മാറി സമയം കിട്ടിയില്ല. ഈ പ്രകാശനം ഇത് സംഭവിക്കുന്നതിന്റെ അന്ന് 5 മണിയായപ്പോഴേ ആന വന്നിട്ടുണ്ടായിരുന്നു. ആന വന്ന് അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഫോറസ്റ്റുകാർ വന്ന് പടക്കൊക്കെ പൊട്ടിച്ചിട്ട് പോയ ശേഷം ഈ പ്രകാശന മേളിൽ അവരാളിയെ വിളിച്ച് അങ്ങനെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ വന്നതാണ്. ആ വന്ന വരവില് സംഭവിച്ചതാണത്. അങ്ങനെ ആനയുടെ വിളി കേട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നമ്മുടെ വീടിന്റെ താഴെയായിരുന്നു. കുറച്ച് താഴെ ആന ഭയങ്കര വിളി വഴിയില്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ ആളിന്റെ വിളി ഭയങ്കരമായിട്ട് കേൾക്കുന്നു. വിളി കേൾക്കുന്ന ഭാഗത്തെ വീട്ടിലെ ചെറുക്കനെ ഫോൺ വിളിച്ച് ചോദിച്ചവൻ പറഞ്ഞു പ്രകാശൻ ആന അടിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ വരപ്പോഴും ആന പ്രകാശനം കിടക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് മാറി നിൽക്കുക. നമ്മൾ എങ്ങനെ കടന്നു പോയെന്ന് അത് ദൈവം തമ്പുരാനെ അറിയത്തില്ല. നമ്മൾ കടത്തി വിട്ടത് കാരണം ഈ ആളിന് ലക്ഷ്യം വെച്ച് നിൽക്കുക ആന. അന്നേരം തന്നെ വനം വകുപ്പിനെ ഫോറസ്റ്റുകാരെ അറിയിച്ച് അവര് വന്ന് അവരെ വണ്ടിയിലാണ് ആശുപത്രി കൊണ്ടുപോയതൊക്കെ. അന്നേരം അണ്ണന് ഒരു സൈഡ് പ്രശ്നമാണ്. വലത്തെ സൈഡിന് മാത്രമേ തൊടാൻ താമസിക്കുള്ളൂ. ഉരുണ്ട് മാറി സമയം കിട്ടിയില്ല.